സ്വാമി ശാശ്വതികാനന്ദയുടെ മരണം സംബന്ധിച്ച തുടരന്വേഷണ സാധ്യത പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് SP PK മധുവിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക. അതേസമയം വെള്ളാപ്പള്ളിക്കെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര സെക്രട്ടറി DGPയോട് ആവശ്യപ്പെട്ടു. സർക്കാർ ഈ വിധത്തിൽ നിലപാടുകൾ തുടരന്വേഷണം അടക്കം സ്വാമിയുടെ മരണത്തിൽ തുടരന്വേഷണം അടക്കമുള്ള നിലപാടുകൾ തുടരുമ്പോഴും കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ പ്രസ്താവനകളുമായി ആരോപണ വിധേയനായ വാടക കൊലയാളി പ്രിയനും ഒളിവിൽ കഴിയുന്ന സാബുവും രംഗത്തെത്തി. സ്വാമിയുടേത് മുങ്ങിമരണമെന്ന് തന്നെയെന്ന് ഇരുവരും പറഞ്ഞു. അതേസമയം ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റം തെളിഞ്ഞാൽ വെള്ളാപ്പള്ളി പോകേണ്ടത് കാശിയിലേക്കല്ല ജയിലിലേക്കാണെന്ന് പിണറായി MVS പ്രതികരിച്ചു. ആലുവപ്പുഴയിൽ മുങ്ങിയ സ്വാമിയെ പിന്നീട് കണ്ടിട്ടില്ലെന്നും സ്വാമിയുടേത് മുങ്ങിമരണമാണെന്നും ഒളിവിൽ കഴിയുന്ന സാബു പറഞ്ഞു. അപ്പോൾ ഒരാൾ കുളിച്ചിട്ട് അല്ലെങ്കിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന ഒരു സമയം കാണാതിരുന്നപ്പോഴാണ് സ്വാമിജിയെ കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു. സ്വാമിജിക്ക് ഒരിക്കലും ശത്രുക്കളെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാബുവിന് പിന്നാലെ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ട് വാടക കൊലയാളി പ്രിയനും രംഗത്തെത്തി. സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് എന്നെ അവർ ചോദ്യം വിട്ടേക്കുന്നത്. ഇനി ഒരു ചോദ്യം വന്നാൽ ഞാൻ തയ്യാറാണ്. ശാശ്വതികാനന്ദയുടെ മരണം സംബന്ധിച്ച കുറ്റം തെളിഞ്ഞാൽ വെള്ളാപ്പള്ളി കാശിയിലേക്കല്ല ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പിണറായിയും VS പ്രതികരിച്ചു. എല്ലാ തെറ്റ് ചെയ്തവർക്കും പോകാനുള്ള സ്ഥലമാണോ കാശി വിശ്വനാഥന്റെ സ്ഥലം? തെറ്റ് ചെയ്തവർക്കുള്ളൊരു സ്ഥലമുണ്ട്, അതറിയില്ലേ? ഈ പറയുന്ന രീതിയിലൊരു തെറ്റാണെങ്കിൽ സ്ഥാനം കാശിയല്ല ജയിലാണ്, അത് മനസ്സിലാക്കണം. നടേശൻ ഉദ്ദേശിക്കുന്നത് പോലെ മോശപ്പെട്ട വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കേരളത്തിലാണെങ്കിൽ മലയാളിയാണെങ്കിൽ പൂജപ്പുരയാണ്. ശാശ്വതികാനന്ദയുടെ മരണം പ്രത്യേക ടീമിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സർക്കാർ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനിടെ പ്രതിഷേധമായി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് G സുധാകരൻ വിട്ടുനിന്നു. ന്യൂസ് ഡെസ്ക്. അതിനിടെ ശാശ്വതികാനന്ദ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് ആലുവ കോടതിയിലെ മുൻ മജിസ്ട്രേറ്റ് വാസുദേവന്റെ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. മുൻ ഹൈക്കോടതി ജഡ്ജിയും സ്വാമിയുടെ സഹോദരിയുമായ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ഈ നിർദ്ദേശത്തെ അന്നത്തെ SNDP യോഗം പ്രസിഡന്റ് വിദ്യാസാഗർ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും മജിസ്ട്രേറ്റ് വാസുദേവൻ പറയുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുകയും ഇന്നിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിവിധ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലം കൂടി കേസിൽ ഉണ്ട്, അല്ലെങ്കിൽ സംഭവത്തിലുണ്ട്. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലൊക്കെ ഇന്ന് പ്രിയന്റെയും സാബുവിന്റെയും വാക്കുകൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ മാധ്യമ നിരീക്ഷകൻ ശ്രീ ഭാസ്കരേന്ദ്രബാബു നമ്മളൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്രബാബു, വലിയ വെളിപ്പെടുത്തലുകൾ, ഒരുപക്ഷെ ബിജു രമേശിന്റെ പീപ്പിൾ TVയിലെ അന്നത്തെ ആ ന്യൂസ് ആൻഡ് വ്യൂസിലൂടെയുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തുടർന്ന് നിരവധി വെളിപ്പെടുത്തലുകളാണ് വന്നത്. വലിയ സംശയങ്ങളാണ് ഉയർന്നത്. അതിൻ്റെ എല്ലാം ഒടുവിൽ ഇതുവരെ എവിടെയോ മറഞ്ഞിരുന്ന, ഒരുപക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയെന്ന് തന്നെ പറയാവുന്ന രീതിയിൽ മാറി നിന്ന സാബുവും കൊടും കുറ്റവാളിയായ പ്രിയനും വന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അത് ഒന്നാകെ വിശ്വസിക്കുന്ന രീതിയിലേക്ക് പൊതുസമൂഹം മാറുന്നു. പൊതുസമൂഹം കോർട്സിലാണ്, ആ വിധത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചു? അല്ല, രാഷ്ട്രീയമായി ചില ഡെവലപ്മെൻറ്റുകൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുമ്പോഴാണല്ലോ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട പൂർവ്വകഥകൾ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം സംജാതമായത്. അത് യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല, മറിച്ച് ശാശ്വതികാനന്ദൻ്റെ മരണം, ആ മരണം നടക്കുന്ന ദിവസം മുതൽ തന്നെ ദുരൂഹത നിറഞ്ഞ ഒരു കഥയായി തന്നെ തുടർന്നിരുന്നു. എക്കാലഘട്ടവും അതേ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ വിവൃതമായിക്കൊണ്ടിരുന്നു എന്നും നമുക്കറിയാം. പൊടുന്നനെ സംഭവിച്ചൊരു കാര്യമല്ല. അന്നു മുതൽ നിലനിന്നിരുന്ന ദുരൂഹതയുടെ ചുരുൾ പല നിലവാരത്തിലും കഴിഞ്ഞ ദിവസം ചുരുൾ അഴിക്കപ്പെടുകയാണ് ചെയ്തത്. ബിജു രമേശ് തുറന്നുവിട്ട ആ ഭൂതം ഇപ്പോൾ എല്ലാവരെയും ആവേശിക്കുന്ന തരത്തിൽ വളരുകയും വെള്ളാപ്പള്ളി നടേശൻ പണാപഹരണ കേസിലെ ആരോപണ വിധേയൻ മാത്രമല്ല, ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ, ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയെ തന്നെ കൊന്നുകളഞ്ഞ രക്തക്കറ പുരണ്ട പശ്ചാത്തലമുള്ളയാളാണ് എന്ന ആരോപണം കൂടി വന്നിരിക്കുന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളാപ്പള്ളി നടേശനെതിരായ വാദമുഖങ്ങളുമായാണ് പലരും രംഗത്ത് വന്നതെങ്കിൽ ഇന്ന് കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് 2 സാക്ഷിമൊഴികളാണ്. ഒന്ന്, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സാബുവിൻ്റെയും അതുപോലെ തന്നെ പ്രിയൻ്റെയും ഈ 2 സാക്ഷിമൊഴികൾ വന്നു കഴിഞ്ഞപ്പോൾ സൗമ്യ, സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ നേരെ വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് ശക്തി കുറയുന്നുണ്ടോ?
അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പൊതുവായ നിലപാടിനെ ഇവർ പിന്തുണയ്ക്കുമ്പോൾ വിശ്വാസയോഗ്യമായ ഒരു പിന്തുണ കർത്താക്കളായി ഇവർ മാറുന്നുണ്ടോ? സൗമ്യ തന്നെ സൂചിപ്പിച്ചത് മാതിരി സാബു ഇപ്പോൾ എവിടെയാണ്, പ്രിയൻ ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യം ഇന്നലെ വരെ വ്യക്തമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. പ്രിയനെ സംബന്ധിച്ച് പത്രക്കാരെ കാണുമ്പോൾ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ആദ്യം കൊടുത്തത് എന്ന് നമുക്കറിയാം. അപ്പോഴും എവിടെയായിരുന്നു അയാൾ? ആ നിലയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നുവെങ്കിൽ പത്രക്കാരെ കണ്ട് തന്നെ പറയാൻ കഴിയുമായിരുന്നു. അതിനു മുമ്പ് തന്നെ എന്തിനാണ് ഒളിവിൽ പോകുന്നത് പ്രിയൻ? ഒളിവിൽ പോവുക, ഒളിവിലിരുന്ന് പത്രക്കുറിപ്പ് കൊടുക്കുക, അതിനുശേഷം പ്രസ്താവന നടത്തുക എന്നതൊക്കെ ഒരു നല്ല കീഴ്വഴക്കമല്ല, സംശയാസ്പദമായ രീതികളാണ്. പിന്നെ സാബുവിൻ്റെ കാര്യത്തിൽ സാബു ഇപ്പോഴും ഒളിവിൽ തന്നെ കഴിയുന്നു. എന്തിനാണ് ഒളിവിൽ കഴിയുന്നത്? കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ തൻ്റെ സാക്ഷ്യം പൂർണ്ണമായും ശരിയാണെന്ന് അയാൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന പക്ഷം പുറം ലോകത്ത് വന്നത് പറയാവുന്നതാണ്. അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കാത്തത് കൊണ്ട് തന്നെ ഈ പൊതുവായ വെളിവാക്കലിൻ്റെ പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതിൽ ഡ്യൂബിയസായി സംശയാസ്പദമായ കാര്യങ്ങൾ തുടരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളെ, ആ ശരവ്യങ്ങളെ നേരിടാൻ പറ്റുന്ന പ്രാപ്തി ഇപ്പോൾ വന്നിരിക്കുന്ന സാക്ഷിമൊഴികൾക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. യെസ്, തിരികെ എത്താം. അഡ്വക്കേറ്റ് BRM ഷഫീർ കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഷഫീർ, ഇവിടെ ശ്രീ വാസനേന്ദ്ര സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ സുപ്രധാനമാണ്. 13 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ വലിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ സർക്കാർ അതിൻ്റെ കേസ് പുനരന്വേഷണം, അതിൻ്റെ സാധ്യതകളൊക്കെ തേടി പോകുമ്പോഴും പ്രിയനെയും സാബുവിനെയും പോലെയുള്ളവർ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു പരിധിവരെ പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങൾ ഇവരെ തേടി ആദ്യ ഘട്ടം മുതലേ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലുകൾ വരുന്നു. അതിൻ്റെ ആദ്യ ഘട്ടം മുതലേ തന്നെ ഇവർക്ക് പിന്നാലെയായിരുന്നു. സാബു എവിടെയാണ്, പ്രിയൻ എവിടെയാണ്, അവരെ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അവരുടെ വാക്കുകൾ എടുക്കാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ അപ്പോഴെങ്ങും എവിടെയോ മറവിൽ നിന്ന് ഇവർ പിന്നെ ഒരു സുപ്രഭാതത്തിൽ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചു കൊണ്ടുവരുന്നു. ഒരുപക്ഷെ ഒരു കൊടും കുറ്റവാളിയായ പ്രിയനെ പോലെയുള്ള ഒരാൾ പറയുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന്. ഈ പറയുന്ന ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അപ്പുറത്ത് നിന്നുകൊണ്ട് SNDP തർക്കം ഒരുപക്ഷെ അവിടെ CPIM മുതലെടുക്കുന്നു എന്ന തരത്തിലുള്ള തർക്കങ്ങൾ, LDF ആവിധത്തിൽ മുതലെടുക്കുന്നു എന്നുള്ള തർക്കങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഇത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു പ്രതിഫലനമില്ലേ, ഒരു വലിയൊരു പ്രശ്നമില്ലേ? അതൊക്കെ പരിഗണിക്കപ്പെടാതെ പോകുകയാണോ ഇത്തരം ചില കുറ്റവാളികളുടേത് അടക്കമുള്ള വാക്കുകളിൽ ഒരുപക്ഷെ നമ്മൾ വിശ്വസിക്കപ്പെടുമ്പോൾ? ഈ വിഷയത്തിൽ 2002 ജൂലൈ മാസം 1-ാം തീയതി കേരളം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശിവഗിരി മഠാധിപതിയായിരുന്ന ശ്രീമാൻ ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണം കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആ മരണവുമായി ബന്ധമുണ്ടെന്നൊന്നും കോൺഗ്രസ് ആരോപിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പ്രിയൻ എന്ന് പറയുന്ന വാടക കൊലയാളി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണയോടുകൂടി ശാശ്വതികാനന്ദ സ്വാമിയെ കൊന്നതാണ് എന്ന് ഒരാരോപണം അന്തരീക്ഷത്തിലേക്ക് പുറത്തു വന്നിരിക്കവേ പ്രിയനും അതുപോലെ സാബുവുമെല്ലാം വെള്ളാപ്പള്ളിക്ക് ഇതിനകത്ത് പങ്കില്ല എന്നുള്ള ഒരു ഇതുമായിട്ട് പത്രസമ്മേളനങ്ങളിലൂടെ പുറത്തു വരുവേ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയപ്പെടുന്ന പ്രിയൻ്റെ ഒന്നും സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും കേരള ജനത വിശ്വസിക്കുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി കോൺഗ്രസിന് പറയാനുള്ളത് ശാശ്വതകാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ദുരൂഹതകളും പുറത്തു കൊണ്ടുവരുവാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശന് സഹകരിക്കണം. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ടായി. ആരാണ് ഈ പ്രിയൻ അറിയാമല്ലോ, പ്രവീൺ വധക്കേസിലെ പ്രതിയായി അദ്ദേഹം കേസ് നടത്തി അദ്ദേഹം പുറത്തു വന്ന ആളാണ്. പ്രവീൺ വധക്കേസിൽ അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ജയിൽ വാർഡനോട് പറഞ്ഞതായിട്ട് പുറത്തു വന്ന വാർത്ത പ്രകാരം പ്രിയന് കേസ് നടത്താൻ, പ്രവീൺ വധക്കേസിലെ കേസ് നടത്തുവാൻ വേണ്ടി 10 ലക്ഷം രൂപ സംഭാവന കൊടുത്തത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. ഇത് കോൺഗ്രസ് പറയുന്നതല്ല, പ്രിയൻ തന്നെ പറഞ്ഞതാണ്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളിക്ക് എന്താണ് പറയാനുള്ളത്? 2, മരിക്കുന്നതിൻ്റെ തലേ ദിവസം വിദേശ പര്യടനം നടത്തിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട ശ്രീ ശാശ്വതികാനന്ദ സ്വാമിക്ക് മർദ്ദിച്ചത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി മറുപടി പറയണം, അദ്ദേഹത്തിന് അവിടെ മർദ്ദനമേറ്റിട്ടുണ്ടോ? അതുപോലെ തന്നെ ബഹുമാനനായ ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞതുപോലെ എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്, എന്നെ ഏത് വിധേനയും ഞാൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം കേരളം ചർച്ച ചെയ്യപ്പെടുകയും എന്നെ കൊല്ലാൻ സാധ്യതയുണ്ടെങ്കിൽ ആരാണ് കൊല്ലാൻ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ഗതിവിധികളെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ടുണ്ട്. വേണ്ടി വന്നാൽ CRPC 173/8 പ്രകാരം പുനരന്വേഷണം നടത്താൻ ഈ പറയപ്പെടുന്ന പ്രിയൻ സഹകരിക്കണം.
ഈ പറയപ്പെടുന്ന ശ്രീ ബിജു രമേശ് സഹകരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ ശ്രീ രാജേന്ദ്രനും സഹോദരി ശാന്തകുമാരിക്കും ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അതുപോലെ ശാശ്വതീകാനന്ദ സ്വാമിയുടെ ഏറ്റവും പ്രിയങ്കരനായ കൂട്ടുകാരൻ ശ്രീ ശിവാനന്ദഗിരി ഉൾപ്പെടുന്ന സ്വാമിമാർ, സൂക്ഷ്മാനന്ദ സ്വാമി ഉൾപ്പെടുന്ന സ്വാമിമാർ, അപ്പോൾ ശിവഗിരി മഠത്തിനും പൊതുസമൂഹത്തിനും ശാശ്വതീകാനന്ദ സ്വാമിയുടെ കുടുംബാംഗങ്ങളെയും ബോധ്യപ്പെടുത്തി പൊതുസമൂഹത്തിൽ അഗ്നിശുദ്ധി വരുത്തേണ്ട ഉത്തരവാദിത്വം ശ്രീ സി കെ വിദ്യാസാഗർ, ഒപ്പം തന്നെ ശ്രീ ചൂഴാൽ നിർമ്മലിനും കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. അപ്പം തന്നെ ശ്രീ സി കെ വിദ്യാസാഗറിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ വരുന്നു. അതിനുശേഷം താങ്കൾ അടക്കമുള്ളവരുടെ വളരെ സുപ്രധാനമായ സാഹചര്യ തെളിവുകൾ പോലും വെള്ളാപ്പള്ളിക്കും തുഷാറിനും എതിരെ വരുന്ന തരത്തിലുള്ള വലിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിരുന്നു. അല്ലെങ്കിൽ ഒരു പരിധിവരെ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത കൽപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ. പക്ഷെ ഇത്തരം വെളിപ്പെടുത്തലുകളെ എങ്ങനെ കവച്ചുവെക്കാൻ സാധിക്കുന്നു ഒരു പ്രിയനും സാബുവിനും, അതും ഏറെ ദുരൂഹതകൾ കൽപ്പിക്കപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങൾക്ക്? അതെങ്ങനെ സാധിക്കുന്നു ശ്രീ വിദ്യാസാഗർ? ശ്രീ സി കെ വിദ്യാസാഗർ, ഒരു പ്രിയന്റെയും സാബുവിന്റെയും പ്രസ്താവനകൾ കൊണ്ട് ഈ ദുരൂഹതകൾക്ക് വിരാമമാകും എന്ന് ഞാൻ കരുതുന്നില്ല. ആ ദുരൂഹതകളുടെ നിലവാരം അതേ രീതിയിൽ തന്നെ തുടരുകയുള്ളൂ. അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ അത് നിഷേധിക്കുകയല്ലാതെ മറ്റ് യാതൊന്നും കരണീയമായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു നിഷേധത്തിനപ്പുറത്തേക്ക് അതിന് പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ നിഷേധം കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം കാതോർക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം വിചിന്തനം ചെയ്യുന്ന വിഷയങ്ങൾക്ക് പരിഹാരമാകുന്നില്ല, ഉത്തരമാകുന്നില്ല. പക്ഷേ ഒരു പരിധിവരെ അവരുടെ ഈ വാക്കുകൾ എങ്ങനെ കേരള സമൂഹം ട്രീറ്റ് ചെയ്യപ്പെട്ടു എന്നതുകൂടി സുപ്രധാനമല്ലേ? ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും ആ വിധത്തിൽ തന്നെയാണ് ഇരുവരുടെയും വാക്കുകൾ വരുന്നത്. പ്രിയനെ പോലെയുള്ള ഒരു വലിയ കൊടും കുറ്റവാളി പറയുകയാണ് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ. അവിടെയൊക്കെയും നമ്മളുടെ സമൂഹം അത് വിശ്വസിക്കപ്പെടുന്ന തരത്തിലേക്ക് ഇവരുടെ വാക്കുകൾ ഇൻജക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങനെയൊന്നും മാധ്യമങ്ങൾ ആ വാക്ക് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരുടെ വാക്കുകൾ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തു എന്നുള്ളത് സത്യം. പക്ഷെ അതുകൊണ്ട് ആ വാക്കുകളുടെ വിശ്വസനീയതയോ അതിന്റെ ഒരു അൾട്ടിമേറ്റ് ക്രെഡിബിലിറ്റിയോ ഒന്നും അതുകൊണ്ട് ബോധ്യമാകുന്നതല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിന്. ആ വാക്കുകൾക്കെല്ലാം അപ്പുറത്തേക്ക് അതിന്റെ സത്യം എന്താണ് എന്നറിയാൻ കേരള സമൂഹത്തിന് അവകാശമുണ്ട്. അതിനുള്ള കാര്യങ്ങൾ അധികാരികൾ നോക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. താങ്കളിലേക്ക് വരാം. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ കൂടി താങ്കളുടെ വാക്കുകളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിനകം താങ്കളിലേക്ക് വരാം. ശ്രീ ചൂഴാൽ നിർമ്മലിലേക്ക് കൂടി. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തപ്പോൾ നമ്മളുടെ ഗസ്റ്റുകളെല്ലാം പറഞ്ഞൊരു പ്രധാനമായ വിഷയമുണ്ട്. ഇതിലും അപ്പുറത്ത് വലിയ ചില വെളിപ്പെടുത്തലുകൾ, വലിയ ചില തെളിവുകളൊക്കെ ഈ ഒരു കേസന്വേഷണം ഇനി തുടർന്നാൽ അവിടേക്ക് എത്തും എന്ന് കാത്തിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ, പീപ്പിൾ ടിവിക്ക് മുന്നിൽ ഇതിനകം തന്നെ വന്ന് പറയുകയുണ്ടായി. പല കാര്യങ്ങളും സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംശയം എന്നതിനപ്പുറത്തേക്ക് ചില സാഹചര്യ തെളിവുകൾ അടക്കം. പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു വിഷയമെന്ന രീതിയിൽ ചുരുക്കി കാണാതെ അതിനും അപ്പുറത്തേക്ക് ഇതിലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവിടെ എത്രത്തോളം സ്റ്റേണായി നിൽക്കാനാകും? SNDP യോഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് എന്ന് പറയുന്നത് SNDP യോഗത്തിനെയും യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും തകർക്കുവാൻ വേണ്ടി രാഷ്ട്രീയ ഗൂഢാലോചന എന്നുള്ളതിനപ്പുറം മറ്റൊരു കാര്യമില്ല. കേൾക്കാമല്ലോ? കേൾക്കാം. പക്ഷെ അവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ സാബുവിനെയും പ്രിയനെയും പോലെയുള്ളവരുടെ വാക്കുകൾ, സാബു, പ്രിയൻ, ആര്, എന്ത്, ഏത് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. SNDP യോഗം ജനറൽ സെക്രട്ടറിയും മകനെയും കുറ്റം ആരോപിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് മനസ്സിലാക്കണം. ഇവരൊക്കെ ഇന്ന് SNDP യോഗത്തിന്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ പറ്റുകയും SNDP യോഗത്തിനോടൊപ്പം നിന്നുകൊണ്ട് SNDP യോഗത്തിനെ തകർക്കുവാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുകൂടിക്കൊണ്ട് SNDP യോഗം ഒരു രാഷ്ട്രീയ ശക്തി സമാഹരണം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണല്ലോ ഇവരിപ്പോൾ ഇങ്ങനെ വാളുമെടുത്തുകൊണ്ട് ഓങ്ങുന്നത്. പക്ഷെ 13 വർഷം അതിനിടയ്ക്കും ഈ ആരോപണം നിലവിലുണ്ടായിരുന്നു.
ഞാൻ കേട്ട് 13 വർഷമായില്ലേ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ട് 13 വർഷമായി. 8 ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥന്മാർ കേസ് അന്വേഷിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഏറ്റവും വിദഗ്ധന്മാരായ ADGPമാരും IG മാരുമാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. എന്തിനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ഈ സമുദായത്തിനെയും സംഘടനയെയും തകിടം മറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കുതന്ത്രങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി ഈ സമുദായത്തിനെയും രാഷ്ട്രീയ പാർട്ടിയെയും നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഉയർന്നു വരുമെന്നുള്ളതിന് ഏതൊരു സംശയം? ദയവായി തുടരുക ശ്രീ ചൂഴൽ നിർമ്മലിനൊപ്പം തന്നെ മറ്റ് അതിഥികളും ദയവായി നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇവിടെയും ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ശ്രീ നിർമ്മലിനടക്കമുള്ളവർ ഉള്ളത്. തിരികെ ചർച്ചയിലേക്ക് തന്നെ വരികയാണ്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവിടെ പറഞ്ഞു വെക്കുന്നതും ഇത് തന്നെയാണ്. ശ്രീ ചൂഴൽ നിർമ്മലൻ പറഞ്ഞതും വീണ്ടും അത് തന്നെ നമ്മൾ പറഞ്ഞിട്ട് തന്നെ എത്തുകയാണ്, രാഷ്ട്രീയ പ്രേരിതം എന്ന ഒരു വിഷയത്തിൽ. പക്ഷെ അതിനപ്പുറത്തേക്ക് നിന്നുള്ളതിൻ്റെ ഒരു മാനം അത് കാണാതെ പോകാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ആരോപണം ഉയർത്തിയിട്ടുള്ളത് ആരും, നേരിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ളവരാരും, സംശയങ്ങൾ പറഞ്ഞിട്ടുള്ളവരാരും, വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളവരാരും നേരിട്ട് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവരല്ല. അതിനും അപ്പുറത്തേക്ക് യൂണിയനിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരടക്കമുള്ളവരാണ് ആ വിധത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്ഥിരം ഈ ഒരു ന്യായീകരണത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന പ്രിയന്റെയും സാബുവിന്റെയും ഈ വെളിവാക്കൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്നതാണെങ്കിൽ പോലും അത് ഗൗരവതരമായി എടുക്കേണ്ടതില്ല. കാരണം ക്രിമിനൽ ആക്ടിവിറ്റിയെ സഹായിക്കുകയോ ഇല്ലെങ്കിൽ അത് നടത്തുകയോ ചെയ്യുന്ന പശ്ചാത്തലമുള്ള ആളുകളാണിവർ. അതുകൊണ്ട് തന്നെ വിശ്വാസയോഗ്യരായ സാക്ഷ്യങ്ങളല്ല അത് നമുക്ക് അങ്ങനെ തന്നെ മാറ്റി വയ്ക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ശ്രീ നിർമ്മലൻ ചോദിച്ചതിന് മറുപടി, പ്രകാശാനന്ദ എന്തുകൊണ്ടാണ് ഇത് കാണുമ്പോൾ, അദ്ദേഹം ഇപ്പോഴാണല്ലോ പറയുന്നത്, ആദ്യം ഈ ഡെഡ് ബോഡി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ സ്വാഭാവികമോ സഹജമോ ആയ ഒരു മരണമായി തോന്നിയില്ല, മുങ്ങി മരണമായി തനിക്ക് തോന്നിയില്ല എന്ന് ഇപ്പോൾ പ്രകാശാനന്ദ പറയുമ്പോൾ അത് ഏതെങ്കിലും സ്ഥാപിത താല്പര്യത്തെ മുൻനിർത്തിയാണ് എന്ന് നിർമ്മലൻ കരുതുന്നുണ്ടോ? ഇത് ഏതെങ്കിലും പുറമേ നിൽക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആളുകൾ പറയുന്നതല്ല. മറിച്ച് ഇപ്പോൾ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അദ്ദേഹത്തിനെ കരിവാരിത്തേക്കാൻ പറയുന്നത് എന്ന് പറയുമ്പം പ്രകാശാനന്ദയ്ക്ക് എന്ത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നുള്ളത് വിദ്യാസാഗർ ഇപ്പോഴും കരുതുന്നുണ്ടല്ലോ ദുരൂഹമാണ് മരണമെന്ന കാര്യത്തിൽ. അദ്ദേഹം മരിച്ച ആ സമയം മുതൽ വെള്ളാപ്പള്ളി നടേശനൊപ്പമുണ്ടല്ലോ. എന്നിട്ടും വിദ്യാസാഗറിന് ദഹിക്കുന്നില്ലല്ലോ ആ മരണത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ദുരൂഹത പരിഹരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം കരുതുന്നില്ല. ബിജു രമേശ് കരുതുന്നില്ല. അന്ന് ബിജു രമേശും വെള്ളാപ്പള്ളി നടേശൻ്റെ ശത്രുവാണ് എന്ന് നിർമ്മലിന് പറയാനാവില്ല. ഇവിടെ നാം പരിശോധിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഈഴവ നേതാക്കളുടെ ഇടയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈഴവ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ ആൾ പ്രകാശാനന്ദയ്ക്കോ വിദ്യാസാഗറിനോ ബിജു രമേശിനോ ഒക്കെ വെള്ളാപ്പള്ളി നടേശനെ പേടിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് അന്നുണ്ടായി? ഇതല്ലേ പരിശോധിക്കേണ്ടത്. ബിജു രമേശ് തുറന്നു തന്നെ പറഞ്ഞല്ലോ, ഒരു ലോറി ഇടിച്ച് മരിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും? അന്ന് സുരക്ഷിതമായ ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറയേണ്ടി വന്നു. നാം മനസ്സിലാക്കേണ്ടത് നിർമ്മലൻ, മലയാളി മനസ്സിലാക്കുന്ന ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശന് ശ്രീനാരായണീയ പശ്ചാത്തലമൊന്നുമില്ല. ധനസമ്പാദനത്തെ ഇതിനപ്പുറത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയ താല്പര്യമോ മറ്റ് സാമൂഹ്യ നിർവഹണ താല്പര്യങ്ങളോ ഒന്നും ഉള്ളതായി നമുക്ക് തോന്നിയിട്ടില്ല. മറിച്ച് ഓരോ സാഹചര്യത്തെയും അദ്ദേഹം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നയാളാണ്. അതുകൊണ്ടും തീർന്നില്ല, ലഭിക്കുന്ന പണം കൊണ്ട് ഒരു മാഫിയ പ്രവർത്തനം നടത്താൻ കഴിയുന്നു എന്നതാണ് പ്രവീൺ വധക്കേസിലെ പ്രതിയും അതിനു മുമ്പ് തന്നെ ജീവപര്യന്തം തടവറയിൽ എത്തുകയും ചെയ്തിട്ടുള്ള പ്രിയൻ എന്ന അപ്രിയൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഗുണ്ടകളുമായി ചേർന്ന് സഹവാസം നടത്തുന്ന ഒരാൾ എങ്ങനെയാണ് SNDPയുടെ തലപ്പത്ത് വരുന്നത്? ഒരുപക്ഷേ രാഘവൻ വക്കീലിനെ പോലെയുള്ള ആളുകൾ ഇരുന്ന സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പം സ്വാഭാവികഗതിയിൽ സംശയങ്ങൾ ഉളവാകുക സഹജമാണ്. ആ സംശയ നിവാരണത്തിനാണ് പുതിയ അന്വേഷണം വേണ്ടി വരുന്നത്. അതിൻ്റെ മുന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമായ പകപോക്കൽ എന്നൊന്നും പറഞ്ഞാൽ മലയാളി അത് വിശ്വസിക്കാനേ പോകുന്നില്ല. കാരണം വെള്ളാപ്പള്ളി നടേശനാണ് പ്രതിസ്ഥാനത്ത്. ശ്രീ ഷഫീർ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വെള്ളാപ്പള്ളിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകളിൽ അദ്ദേഹത്തിൻ്റെ കൈ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ സ്റ്റാൻഡായി ഇവിടെ നിലപാടെടുക്കാമായിരുന്നു, അത് കൂടുതൽ വിശ്വാസയോഗ്യമാകുമായിരുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിനം പ്രതി പുറത്തു വരുന്നു. ഒപ്പം തന്നെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്, അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ്സിലേക്ക് വിദ്യാർത്ഥികളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ കൊള്ളയുടെ കഥകളൊക്കെ ഓരോ ദിവസവും പുറത്തു വരുന്നതിനിടയിൽ കൂടിയാണ്
കൂടിയാണ് ഈ സംഭവം എന്നതും സുപ്രധാനമാണ്. ഒരുപക്ഷെ ഈ തട്ടിപ്പിന്റെയൊക്കെ പ്രാരംഭഘട്ടത്തിൽ ഇതിൽ ഇടപെടൽ നടത്തിയ സ്വാമി ശാശ്വതികാനന്ദ അദ്ദേഹം ദുബായിൽ നിന്നും മസ്കറ്റിലെ പ്രോഗ്രാം ഒഴിവാക്കി നാട്ടിലേക്ക് വരുന്നു. നാട്ടിലെത്തിയാൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ന് പലരോടും ശ്രീ വിദ്യാസാഗറിനോട് അടക്കം ആ സൂചനകൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങൾ പരിശോധിക്കപ്പെടാതെ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ കഴിയുന്നത്? ഈ ബഹുമാനായ ശ്രീ നിർമ്മലൻ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇതിനകത്ത് വളരെ വ്യക്തമല്ലേ, ഈ സാമ്പത്തിക ഇടപാടുമാണ് ഇതിൻ്റെ പിറകിൽ എന്ന് കേരളം പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. ഒരു ഉദാഹരണം പറയാം. ഈ SNDP നേതൃത്വം നടത്തുന്ന മൈക്രോ ഫിനാൻസിങ്ങോ അതിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെയോ കോൺഗ്രസ് എതിരില്ല. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള തട്ടിപ്പ് ഞാനൊന്ന് പറയട്ടെ. ഈ മൈക്രോ ഫിനാൻസ് നടത്താൻ വേണ്ടി ഇവർ 600 കോടി രൂപയാണ് SNDP നേതൃത്വം ദേശീയ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് അവർ കടമായി വാങ്ങിയിരിക്കുന്നത്. 600 കോടി രൂപ. അതിനകത്ത് വ്യക്തമായ മാനദണ്ഡം പറയുന്നുണ്ട്. 600 കോടി രൂപ വാങ്ങിയപ്പോൾ പറഞ്ഞത് 2% പലിശയ്ക്കാണ് SNDP നേതൃത്വത്തിന് ഈ കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. അന്ന് പറഞ്ഞ മാനദണ്ഡം, നിങ്ങൾ ഇത് പിന്നെ ഓരോ സംഘങ്ങൾക്ക് കൊടുക്കേണ്ടത് 5% കൂടുതൽ പലിശ ഈടാക്കാനേ പാടില്ല. അപ്പോൾ 600 കോടി രൂപ 2% പലിശയ്ക്ക് വാങ്ങി 5% പലിശയ്ക്ക് വരെ കൊടുക്കാം. ഇവിടെ കൊടുക്കുന്നത് എത്രയാ? 12% പലിശയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ 600 കോടി രൂപയിൽ 10% മാത്രമേ സംഘങ്ങൾക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം തൽപര കക്ഷികൾക്കും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ച് കേരള സമൂഹം ഉയർത്തിവിട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് ഇതുവരെയും നല്ല രീതിയിൽ മറുപടി പറഞ്ഞിട്ടില്ല. അഥവാ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള മറുപടി ഇതുവരെയും പറഞ്ഞിട്ടില്ല. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ 600 കോടി രൂപ ഇടൽ പലിശ കൂട്ടി 5% നിന്ന് 12% പലിശ കൂട്ടിയതിൽ ഇവരുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരണം. അത് ജനങ്ങളുടെ മുമ്പിൽ അവർ വെളിച്ചത്ത് കൊണ്ടുവരണം. 2, ഈ പോസ്റ്റ്മോർട്ടത്തെ സംബന്ധിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബഹുമാനായ SNDPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സോമൻ, ഡോക്ടർ സോമൻ, അദ്ദേഹം വെറും ഒരു MBBS മാത്രമേ എടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഡിഗ്രിയൊന്നുമില്ല. കേരള സമൂഹം ഇത് കേൾക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തോട് വളരെ ചോദിക്കുന്നു, എന്തുകൊണ്ട് അദ്ദേഹം മുങ്ങി മരിച്ച ആലുവ പുഴയുടെ തീരത്തുള്ള ആലുവ ആശ്രമത്തിൽ എന്തിന് അന്നത്തെ SNDP നേതാവായ ശ്രീ സോമൻ അന്ന് വന്നു? സ്വാമിക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയത് ഈ ഡോക്ടർ സോമനാണെന്ന് പറയുന്നു. അന്ന് SNDP നേതാവ് പോലുമല്ല. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് ഡോക്ടർ സോമന് അവിടെ പോകാനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിഗ്രി ഇല്ലാതിരിക്കവേ എന്തിന് പോയി? പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ ഒരു ജൂനിയർ ഡോക്ടറാണ്. അപ്പോൾ അവിടെ പോകാൻ ഡോക്ടർ സോമനെ ആരാണ് പ്രേരിപ്പിച്ചത്? എന്നിട്ട് പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ള വാദഗതികൾ വന്നപ്പോൾ അവിടെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലെ ഇടപെടലുകൾ എന്താണ് ഒരു പക്ഷെ അവിടെ സുപ്രധാനമായ ചില കാര്യങ്ങൾ പറയാനാകും ശ്രീ CK വിദ്യാസാഗറിന് എന്നത്. ആ പോസ്റ്റ്മോർട്ടത്തിൽ അടക്കം വലിയ ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ CK വിദ്യാസാഗർ. ശ്രീ വിദ്യാസാഗർ, അന്നത്തെ സാഹചര്യം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ. ഞാനത് ഓൾറെഡി പലവട്ടം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. പിന്നെ അത് സംബന്ധിച്ചൊരു കോൺട്രവേഴ്സി കഴിഞ്ഞ ദിവസം ഉണ്ടായി. മിസ്റ്റർ സോമൻ പറയുകയുണ്ടായി, അദ്ദേഹം ഇടപെട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് തീരുമാനമെടുപ്പിച്ചത് എന്ന മട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഏതോ ചാനലിൽ ഞാൻ കാണുകയുണ്ടായി. അത് ശരിയല്ല. അതുപോലെ മിസ്റ്റർ രാജീവൻ, അന്ന് IG ആയിരുന്ന മിസ്റ്റർ രാജീവൻ, അദ്ദേഹം പറയുകയുണ്ടായി, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അവിടുത്തെ സൂപ്രണ്ട് ഓഫ് പോലീസുമായിട്ട് സംസാരിച്ച് സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ ഇടപെടലിലാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. SNDP യോഗത്തിന്റെ നേതാക്കളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് എതിരായിരുന്നു എന്ന മട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയും പുറത്തു വരികയുണ്ടായി. ആ 2 പ്രസ്താവനകളും സത്യത്തിൽ നിന്ന് അല്പമൊക്കെ അകന്നു നിൽക്കുന്നതാണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും 11:15 മണി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും സ്വാമിജിയെ അവിടെ നിന്ന് സമാധി ഇരുത്തുന്ന രൂപത്തിൽ ഒരു കസേരയില് അല്ലെങ്കിൽ സെറ്റിയിലോ ഇരുത്തി കൊണ്ടുപോകുവാനുള്ള എല്ലാ വിലാപയാത്ര തുടങ്ങുവാനുള്ള എല്ലാ സജ്ജീകരണമാക്കി എല്ലാം വെച്ചിരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറിയും അതുപോലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് രാജൻ ബാബു MLA, അതുപോലെ മറ്റ് യൂണിയൻ തല നേതാക്കള്, സുഷ്മാന്റെ സ്വാമികള്, അങ്ങനെയുള്ള പലരും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഈ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ എന്താണ് മാർഗം എന്ന രീതിയിലുള്ള ആലോചനകളായിരുന്നു. അതിലേക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയായിട്ടും അതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അവർ ബന്ധപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കി.
അപ്പൊ എനിക്ക് ചെന്നപ്പോ കിട്ടിയത് വർത്തമാനം പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്ന കുറിച്ച് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് എന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പൊ തന്നെ ഞാൻ മിസ്റ്റർ രാജൻ ബാബു ആ സമയം മിസ്റ്റർ രാജീവൻ ഐജിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മിസ്റ്റർ രാജൻ ബാബു എന്റെ അടുത്തേക്ക് ഫോൺ തന്നു. ഞാൻ ആ ഫോണിൽ തന്നെ മിസ്റ്റർ രാജീവനുമായിട്ട് സംസാരിച്ചു. അപ്പൊ രാജീവൻ തന്നെ എന്നോടൊപ്പം പറഞ്ഞത്, അത് CM പറഞ്ഞിരിക്കുന്നത് SNDP യോഗ നേതാക്കൾക്കും സന്യാസിമാർക്കും ഈ പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല, അവർക്കൊന്നും സംശയങ്ങൾ ഏതും ഇല്ല എങ്കിൽ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി കൊടുത്തേരെ എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്ന് രാജീവനോട് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ രാജീവനോട് അഭിപ്രായമായിട്ട് അങ്ങോട്ട് ചോദിച്ചു, എന്താ മിസ്റ്റർ രാജീവ് അങ്ങനെ പറഞ്ഞപ്പോ പന്ത് ഞങ്ങളുടെ കൂട്ടിലാണല്ലോ, വേണമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോ, വേണമെങ്കിൽ നടത്തിക്കോ എന്ന മട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ മിസ്റ്റർ രാജീവനോട് ഒരു അഭിപ്രായം രൂപയാണ് ചോദിച്ചു, എന്താ മിസ്റ്റർ രാജീവൻ വേണ്ടത്, വട്ട് യു സേ എന്ന് ചോദിച്ചപ്പോ മിസ്റ്റർ രാജീവൻ തിരിച്ചെന്നോട് പ്രതികരിച്ചത്, ആഫ്റ്റർ ഓൾ യു ആർ എ ലോയർ പ്രാക്ടീസിങ് ഓൺ ദ ക്രിമിനൽ സൈഡ് ഓൾസോ. പിന്നെ ഞാൻ പറയാണ്ട് അറിയാമല്ലോ ഇതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ, താങ്കളും ക്രിമിനൽ അഭിഭാഷകനായിട്ട് കൂടി അറിയപ്പെടുന്ന ഒരാളാണല്ലോ എന്ന് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. തുടർന്ന് ഞാൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയെയും മാറ്റി നിർത്തി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നടത്താതെ പോയി കഴിഞ്ഞാൽ പല അസൗകര്യപ്രദങ്ങളായ ചോദ്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകും, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ജനറൽ സെക്രട്ടറിക്ക് അത് മനസ്സിലായി. അദ്ദേഹം അപ്പൊ തന്നെ അവിടെ ഹോളിൽ ഉണ്ടായിരുന്നവരോട് യോഗം പ്രസിഡന്റ് പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ്, അതാണ് അതിന്റെ ശരിയും, അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു അപ്പൊ തന്നെ. അപ്പൊ എല്ലാവരും അത് ഏറെക്കുറെ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ മിസ്റ്റർ രാജീവൻ പറഞ്ഞത് SP ഇടപെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിച്ചു എന്നാണ്. അത് തെറ്റാണെന്നുള്ളതിന് മറ്റൊരു തെളിവുണ്ട്. ബട്ട് അങ്ങനെയല്ല സംഭവിച്ചത് വാസ്തവത്തില്. കാരണം ഞാൻ ഡോക്ടർ സോമന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഡു ഇറ്റ് മെറ്റിക്കുലസ്ലി, അത് വീഡിയോഗ്രാഫ് ചെയ്യണം എന്ന് ഞാനാണ് ആവശ്യപ്പെട്ടത്. അതനുസരിച്ചിട്ടാണ് ഡോക്ടർ സോമൻ വീഡിയോഗ്രാഫ് ചെയ്തത്. അതല്ലാതെ എല്ലാ പോസ്റ്റ്മോർട്ടങ്ങളും വീഡിയോഗ്രാഫ് ചെയ്യാറില്ല. ഞാൻ പ്രത്യേക താല്പര്യമെടുത്ത് ഡോക്ടറോട് പറയുകയുണ്ടായി, അത് പോലീസിന്റെ SP ഇടപെട്ടിട്ടാണ് അത് നടന്നതെങ്കിൽ വീഡിയോഗ്രാഫ് ചെയ്യുക എന്ന് പറയുന്നത് പോലീസിന്റെ വീഡിയോഗ്രാഫർ ആയിരിക്കും. ഇത് പോലീസിന്റെ വീഡിയോഗ്രാഫർ അല്ല. ഡോക്ടർ സോമൻ ഏതോ പ്രൈവറ്റ് വീഡിയോഗ്രാഫറെ കൊണ്ടാണെന്ന് ചെയ്യിച്ചത്, ആ വീഡിയോഗ്രാഫിംഗ് ചെയ്യിച്ചത്. അതിന്റെ ക്ലിപ്പുകളാണ് പോലീസ് ശേഖരിച്ചത്. അത് അവരുടെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ മനസ്സിലാകും. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാനായിട്ട് അവസരം ഉണ്ടായത് ഈ പറഞ്ഞ സാഹചര്യത്തിലാണ്. അതിന് മറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് സത്യമല്ല എന്ന് അവിടെ കൂടിയിരുന്ന് നൂറുകണക്കിന് ആളുകൾക്ക് ബോധ്യമുള്ള സംഗതിയാണ്, മാധ്യമക്കാർക്കും ബോധ്യമുള്ള സംഗതിയാണെന്നാണ് എന്റെ വിശ്വാസം. ശ്രീ CK വിദ്യാസാഗർ, താങ്കളിലേക്ക് ഞാൻ വളരെ വേഗം തിരികെ എത്താം. തിരികെ ചർച്ചയിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ ശ്രീ CK വിദ്യാസാഗർ സൂചിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കൂടി ഞാൻ ശ്രീ ചൂടാൽ നിർമ്മലിലേക്ക് പോവുകയാണ്. ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യത്തിൽ തന്നെ വലിയ ചില സംശയങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഒരുപക്ഷെ ഷെഫ് സൂചിപ്പിച്ചു പോലാണ് ഡോക്ടർ സോമന്റെ സാന്നിധ്യം അടക്കമുള്ള വിഷയങ്ങൾ. മറ്റ് സുപ്രധാനമായ കാര്യം, സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജലസമാധി എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ സംശയിക്കത്തക്ക രീതിയിലുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അന്ന് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സാബുവിന്റെ തിരോധാനം ചോരത്തുള്ളികൾ കണ്ടിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ, മറ്റ് പല സംശയങ്ങൾ ഉളവാക്കുന്ന കാര്യങ്ങളും. അവിടെയും എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന നിലപാടിലേക്ക് വെള്ളാപ്പള്ളി അടക്കമുള്ളവർ നിലപാടെടുത്തു. ഇവിടെ ശ്രീ CK വിദ്യാസാഗർ സൂചിപ്പിച്ച പോലാണ് എങ്കിൽ മഠം ആ വിധത്തിൽ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പറ്റില്ല, പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ നിന്നവരെല്ലാവരും സമ്മതിച്ചു. അതായത് അവിടെ നിന്നവർക്ക് എല്ലാവർക്കും ആയിരുന്നില്ല പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന അഭിപ്രായം ഉണ്ടായിരുന്നത്. ശ്രീ നിർമ്മലൻ, ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ട എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു എന്ന് പറയുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ട വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഇപ്പോഴാണല്ലോ, 13 വർഷത്തിന് ശേഷമാണല്ലോ ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത്. 13 വർഷം കഴിഞ്ഞാലും അന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിപ്പോൾ ശ്രീ CK വിദ്യാസാഗർ നേരിട്ട് വന്ന് പറയുക, ആ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഏത് അന്വേഷണം നടത്തിയിരുന്നാലും അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോയി SNDP ജനറൽ സെക്രട്ടറിയുടെ നിരവാധികമായ അദ്ദേഹത്തിന്റെ വിശദീകരണം നടത്താൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞു. തീർച്ചയായും ആ വിധത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാവർക്കും തോന്നിയ ഒരു സംശയം സ്വാമിയുടെ മരണത്തിൽ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് മാത്രം തോന്നിയില്ല?
ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ സമയം തരണം. കാരണം അവിടെ കോൺഗ്രസിന്റെ വക്താവ് പറയുന്നത് നിർമ്മലൻ പറയുന്നതിൽ എന്താ കാര്യമെന്ന് ചോദിച്ചു. എന്താ നിർമ്മലൻ പറയുന്ന കാര്യത്തിന് വിലയില്ല. ഇവിടെ മൈക്രോ ഫൈനാൻസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മൈക്രോ ഫൈനാൻസിന്റെ എന്താ കാര്യം അദ്ദേഹത്തിന് അറിയാം. പിന്നോക്ക സമുദായ കോർപ്പറേഷനിൽ നിന്നും 5 കോടി രൂപയാണ് വായ്പ എടുത്തിട്ടുള്ളത്. 5 കോടി രൂപ. അത് 4% പലിശയ്ക്ക് കൊടുക്കുവാൻ വേണ്ട സംഘങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷനിൽ നിന്നും അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 4 പേർ ഉൾപ്പെടുന്ന ഒരു സംഘത്തിനാണ് 1 ലക്ഷം രൂപ വെച്ച് ഈ പൈസ വിതരണം ചെയ്യുന്നത്. ഈ മൈക്രോ ഫൈനാൻസിനെ പറ്റി ഇദ്ദേഹത്തിന് എന്താ അറിയാമെന്നുള്ള കാര്യങ്ങള്? അല്ല, അവിടെ കൃത്യമായി അത്തരം ഒരു ഞാൻ ആ ഒരു ആരോപണത്തിലേക്ക് പോകുന്നില്ല, കാരണം അതിനുള്ളൊരു സമയമില്ല. പക്ഷെ അത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെച്ചിട്ടില്ല. പിരിച്ചുവിട്ട സംഘങ്ങളുടെ പേരിൽ പോലും പല ആളുകളുടെ പേരിൽ പോലും ഫൈനാൻസ് ഉൾപ്പെടെ കൊലപാതകം എന്ന് പറയുന്ന സ്വാമിയുടെ ജലസമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്ന അന്വേഷണത്തിൽ SNDP യോഗം ആ കാര്യത്തിന് സ്വാഗതം ചെയ്യുകയാണല്ലോ. SNDP യോഗം ജനറൽ സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ കവലച്ചട്ടമ്പികൾ വർത്തമാനം പറയുന്നത് പോലെ പരസ്യത്തിന് വേണ്ടി ഇങ്ങനെ ചാനലിരിക്കുന്നത്? അല്ല, അന്നും ഒരു അന്വേഷണം നടന്നു, ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. അവിടെയും അന്വേഷണത്തിൽ ഇടപെട്ടു എന്ന ആരോപണം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത്. അന്വേഷണം ഇടപെട്ടു എന്ന് പറയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണല്ലോ വെളിപ്പെടുത്തേണ്ടത്. വെള്ളാപ്പയുടെ മകനോ SNDP യോഗ നേതാക്കളോ ഈ അന്വേഷണത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണല്ലോ വെളിപ്പെടുത്തേണ്ടത്. SNDPയുടെ കാലാകാലങ്ങളിൽ നിന്നും SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകളാണല്ലോ ഇവിടെ ചാനൽ ചർച്ചയിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. അവതരിക്കാം ശ്രീ ചൂടാൽ നിർമ്മലൻ. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവിടെ ആ വിധത്തിൽ പറയുമ്പോഴും SNDPക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഭിന്നസ്വരങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ ആ ഒരു ഘട്ടത്തിലാണോ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത്? അതിന് ആ വിധത്തിൽ നിർമ്മലൻ പറഞ്ഞ പോലെ കാണാൻ സാധിക്കുമോ? അല്ല, ചൂടാൽ നിർമ്മലന് ഒരു പണി എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന ജോലി വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ എന്താ പറയുക, സ്വാഭാവികത തള്ളിക്കളയേണ്ടി വരും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ വിദ്യാസാഗർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അത് അനുഭവിക്കുകയും സാക്ഷ്യം നിൽക്കുകയും ചെയ്ത സാഹചര്യത്തെയാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചത്. അവിടെ ചൂടാൽ നിർമ്മലം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റ്മോർട്ടത്തിനെ സംബന്ധിച്ച ആവശ്യം ഉയർന്നു വന്നിരുന്നുവോ? SNDPയുടെ നേതാവാണല്ലോ. അതേ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഒഴിവാക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചതെന്ന് രാജീവൻ എന്ന പോലീസ് ഓഫീസർ സ്വമേധയാ വന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. പത്രത്താളുകളിൽ നമ്മളത് വായിച്ചതാണ്. അതുകൊണ്ടാണ് നിർമ്മലൻ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ വിദ്യാസാഗർ പറയുന്നതും വെള്ളാപ്പള്ളി നടേശന് താല്പര്യമില്ലാത്ത ഒരു പോസ്റ്റ്മോർട്ടമാണ് നടന്നത് എന്നാണ്. അങ്ങനെ വരുമ്പം പോസ്റ്റ്മോർട്ടത്തിനെതിരായി ആളുകൾ ഉണ്ടായിരുന്നുവോ എന്ന് നോക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് അക്കാര്യത്തിൽ ഡ്യൂബിയസായ വിശ്വാസയോഗ്യമല്ലാത്ത നിലപാടുണ്ടായിരുന്നു എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുമാതിരി പ്രാരംഭഘട്ടം മുതൽ 2 വർഷം മുമ്പ് ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്ന ആ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ. അതിനകത്തൊക്കെ ഇപ്പോൾ ലഭിക്കുന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അത് സ്വാഭാവികമായ ഒരു മുങ്ങിമരണം എന്ന നിലയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിർമ്മലൻ കിടന്ന് വെപ്രാളം പിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ മൊത്തത്തിൽ വന്നിരിക്കുന്ന ദുരൂഹത, ആ ദുരൂഹതയുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോഴാണ് ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി പ്രകാശാനന്ദയ്ക്ക് ഇക്കാര്യത്തിൽ എന്താണ് സ്വാമി താല്പര്യം ഉണ്ടാകാൻ ഇടയുള്ളത്? ഒന്നും ഉണ്ടാകാൻ ഇടയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ സവിസ്തരമായ അന്വേഷണം എവിടെയോ തടയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും അന്വേഷണം എന്ന ആവശ്യം ഉയർന്നു വരുന്നു എന്ന് മാത്രമല്ല, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ഘട്ടങ്ങളിലും ആളുകൾ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒന്നിച്ചു പറയാനൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. അത് നിർമ്മലൻ നാം മനസ്സിലാക്കേണ്ടത്, ഏകാധിപതിയെപ്പോലെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരെ വകവരുത്താൻ പോലും ശ്രമിക്കുന്നുണ്ടാവും. ആ വകവരുത്തലിനെ ഭയന്ന് മിണ്ടാതിരുന്ന ആളുകൾ ഇത്തരം ആളുകളുടെ പതനത്തിൻ്റെ സമയത്ത് ഉയർന്നു വന്ന അഭിപ്രായം പറയാറുണ്ട്. ഏകാധിപതികൾക്ക് പറ്റുന്ന അബദ്ധം അതാണ്. അവർ ഏകാധിപതികളായിരിക്കുമ്പോൾ അവർ വിചാരിക്കും ഒരു കാലഘട്ടത്തിൽ അവർ പിടിക്കപ്പെടാൻ പോകുന്നില്ല എന്ന്. എന്നാൽ ഏകാധിപതികളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ വീഴുന്ന സമയത്ത് എല്ലാവരും അവരെ ചവിട്ടി മെതിക്കാൻ മുന്നോട്ട് വരും. ഇപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിനകത്തു നിന്ന് തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അതാണ്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ശ്രീ നിർമ്മലൻ പറയുന്നത് നമ്മളൊക്കെ സാക്ഷ്യം നിന്ന കാലഘട്ടം ഒന്നാണല്ലോ. ഇവിടെ നമ്മൾ രാഘവൻ വക്കീലൊക്കെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ SN ട്രസ്റ്റിൻ്റെ കാര്യത്തിലൊരു കേസുണ്ടായിരുന്നു. ആ കേസിൻ്റെ കാലത്ത് SN ട്രസ്റ്റിൻ്റെ ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് റിസീവർ ഭരണത്തിലേക്ക് ട്രസ്റ്റ് പോയിരുന്നു. അത് താങ്കൾക്കും അറിയുന്ന കാര്യമാണല്ലോ. അന്ന് എന്തായിരുന്നു?
സംഭാവന പിരിക്കുന്നുണ്ട് എന്ന് രാഘവൻ വക്കീൽ സമ്മതിച്ചു. ആ സംഭാവന ട്രസ്റ്റിൻ്റെ സംഭാവന SNDP യോഗത്തിൻ്റെ രസീതി ആയിട്ട് അത് എഴുതി വയ്ക്കപ്പെട്ടിരുന്നു, ആരുടെയും പോക്കറ്റിലേക്ക് പോയിരുന്നില്ല. അതാണ് പരിശോധിക്കപ്പെട്ടത്. അങ്ങനെ റിസീവർ പരിശോധിച്ച് പ്രശ്നം പരിഹരിക്കുക ഒരു കാലം ശ്രീനാരായണ ട്രസ്റ്റിനുണ്ടായി എന്ന് താങ്കൾക്കും അറിയുന്ന കാര്യമാണല്ലോ. അതേപോലെ പരിശോധനയ്ക്ക് വിധേയനാകാൻ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് കഴിയാതെ പോയി? അവിടെയാണല്ലോ ഇപ്പോൾ തർക്കം വരുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ തിരിമറികളുടെ പശ്ചാത്തലത്തിൽ സംഭവിച്ചിരിക്കുന്ന വൈര്യം, ആ വൈര്യത്തിൻ്റെ തീർപ്പായിരുന്നു ഒരുപക്ഷെ ഈ കാര്യത്തിൽ സംഭവിച്ചേക്കാൻ ഇടയുള്ള ദുരൂഹ മരണത്തിൻ്റെ അടിസ്ഥാനം എന്ന സംശയം പ്രബലമായി നിൽക്കുന്ന ഒരു സമുദായത്തിനെതിരായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇത്. ബാക്കി സമുദായങ്ങളുടെ ഇങ്ങനെ ഒരു സാധനം ഉയർന്നു വന്നിട്ടില്ല. ഇവിടെ ഉയർന്നു വരികയും അതിനകത്ത് ആ ശ്രീനാരായണ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെ ഒന്നിനു പിറകെ ഒന്നായി അത് ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ എന്നാവശ്യപ്പെടുന്നതിന് പകരം വളരെ തെളിയിക്കപ്പെട്ട ആളുകളെ മുൻനിർത്തി ഇപ്പം പ്രിയനെ മാതിരിയുള്ള ആൾക്കാരുടെ സാക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കുഴപ്പവുമില്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ സത്യത്തിൽ കുഴപ്പത്തിലാവുന്ന വെള്ളാപ്പള്ളി നടേശനാണ് എന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ട് നിർമ്മലിന് കാണാൻ കഴിയുന്നില്ല? തിരികെ എത്താം. ശ്രീ ഷഫീർ, ഒപ്പം തന്നെ ശ്രീ വിദ്യാസാഗർ, ഒപ്പം ശ്രീ ചൂഴാൽ നിർമ്മൽ. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഷഫീർ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പക്ഷേ അന്നത്തെ ആ ഒരു ദിവസം സ്വാമി സർവൈവ് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് ആർക്കായിരുന്നു ദോഷമുണ്ടാവുക എന്നതാണ് ഒരു പക്ഷേ ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സ്വാമി ജലസമാധിയല്ല, അവിടെ വലിയ സംശയങ്ങൾ ഉയരുന്നു എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളിയുടെയും തുഷാറിൻ്റെയും പേര് പറഞ്ഞ് കേൾക്കുന്നത് തന്നെ. ദുബായിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളിയെ ആക്രമിച്ചു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ സ്വാമിയുടെ സുഹൃത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ കൂടി പരിശോധിക്കപ്പെടാതെ ഇതിൽ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് തോന്നുന്നു. ശ്രീ നിർമ്മലൻ പറയുന്നത് ഇതിവിടെ ആരും തന്നെ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് ശ്രീ നിർമ്മലൻ്റെ ചോദ്യം. ബഹുമാനായ ശ്രീ നിർമ്മല, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ സ്വാമിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എങ്കിലും നിങ്ങൾ തയ്യാറാകണം. ശിവഗിരി മഠാധിപതിക്ക് പുറമെ സൂക്ഷ്മാനന്ദ സ്വാമികളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതുപോലെ തന്നെ ശ്രീ ശിവാനന്ദഗിരി സ്വാമി ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ ശാശ്വതികാനന്ദ സ്വാമിയുടെ. അദ്ദേഹം ആ മഠാധിപതിയായ ശിവാനന്ദഗിരി സ്വാമിയെയും ബോധ്യപ്പെടുന്ന തരത്തിൽ ഒരു അന്വേഷണത്തിൽ നിങ്ങൾ തയ്യാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാജേന്ദ്രനും സഹോദരി ശാന്തകുമാരിയും പറയുന്നു, തലയിലേറ്റ മുറിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്. അദ്ദേഹം ഒരാഴ്ച മുമ്പ് വീട്ടിൽ വന്നിട്ട് പോയ ആളാണ്. അദ്ദേഹത്തെ ഒരു കാരണവശാലും ജലസമാധിയിലേക്ക് പോവുകയില്ല. സ്വാമി ശാശ്വതികാനന്ദ സ്വാമി ആത്മീയതയ്ക്ക് പുറമേ സാമൂഹിക രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, രാഷ്ട്രീയ രംഗത്ത് പോലും ഇടപെടൽ നടത്തിയിട്ടുള്ള ആ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം നന്നേ ചെറുപ്പത്തിൽ അദ്ദേഹം ജലസമാധി നടത്തുകയില്ല എന്ന് കേരളത്തിലെ ശ്രീനാരായണീയ സമൂഹം മുഴുവൻ ഇന്നും വിശ്വസിക്കുന്ന സമൂഹമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഞങ്ങളിപ്പോഴും പറയുന്നില്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ വെള്ളാപ്പള്ളിയാണ്, കൊലപാതകത്തിൻ്റെ പേരിൽ വെള്ളാപ്പള്ളിയാണ്, അടിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ്? ഇത് കോൺഗ്രസ് പറയുന്നതല്ല. ജനങ്ങളുടെ മുമ്പാകെ ഇത്തരം ചോദ്യങ്ങൾ വന്നപ്പോൾ ആ ദുരൂഹത മാറ്റണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ കൊന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണെന്ന് കോൺഗ്രസ് ഇന്നുവരെയും പറയുന്നില്ല. പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ അന്വേഷണം നടത്തി അഗ്നിശുദ്ധി വരുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. രണ്ട്, ഈ അന്വേഷണം തുടരന്വേഷണം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI എൻക്വയറി നടത്താൻ തയ്യാറുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBIയുടെ അന്വേഷണം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ ആവശ്യം ഉന്നയിക്കാൻ തയ്യാറുണ്ടോ? രണ്ട്, മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കോടികളുടെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ഇല്ലാത്ത സംഘങ്ങളുടെ പേരിൽ പണം കൊടുത്തു എന്നതിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. ഒറ്റ ചോദ്യം നിർമ്മലിനോട്, അതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പാകെ ഈ മൈക്രോ ഫിനാൻസിങ് പദ്ധതിയെ സംബന്ധിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ, ഇത്ര രൂപ ജനങ്ങളുടെ മുമ്പാകെ ഒരു സോഷ്യൽ ആക്ട് നടത്തുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? കേരള പൊതുസമൂഹം അത് ആഗ്രഹിക്കുകയാണ്. മൂന്ന്, ഇവിടെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ നിയമനങ്ങളെ സംബന്ധിച്ച് ഇത്രയെത്ര നിയമനങ്ങൾ നടത്തി, ഇത്രയെത്ര നിയമനങ്ങളെ സംബന്ധിച്ച് ഇത്രയെത്ര കാര്യം, ഇതൊക്കെയായിരുന്നു ക്വാളിഫിക്കേഷൻ. അതിനെ സംബന്ധിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പോൾ ഇതെല്ലാം ചോദിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം കോൺഗ്രസ് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാ പഠിപ്പിച്ചത്? എനിക്കൊരു കാര്യം അറിയാം, നിർമ്മല ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ദുരൂഹതകൾ മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ വല്ലാതെ പൊള്ളുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, KPCCയുടെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ VM സുധീരനെ നികൃഷ്ട ജീവിയെന്ന് വിളിച്ചപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്കും സാധാരണക്കാർക്കും നെഞ്ചിനകത്ത് പൊള്ളിയിട്ടുണ്ട്. ശ്രീ നിർമ്മലൻ, നിങ്ങൾ തിരിച്ചറിയണം.
അപ്പോൾ തിരികെ ശ്രീ സി കെ വിദ്യാസാഗർ, ഇവിടെ നമ്മൾ നേരത്തെ സംസാരിച്ചു പോയ പോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഇപ്പോൾ വീണ്ടും അന്വേഷണത്തിന്റെ സാഹചര്യം സാധ്യതകളൊക്കെ സർക്കാർ തേടുമ്പോൾ അന്ന് ഈ കാര്യങ്ങളിലെല്ലാം ഒരു നേരിട്ടൊരു ദൃക്സാക്ഷി എന്ന രീതിയിൽ തന്നെ നിന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഇടപെട്ടൊരു വ്യക്തി എന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ്. ഇനി ഒരു അന്വേഷണം വന്നാൽ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ നിലവിൽ നടന്നിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിന്റെ ഒക്കെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? അന്നത്തെ ആ വീഡിയോയുടെ ആയാലും അന്ന് നടന്ന പരിശോധനകളുടെ ആയാലും ഒക്കെ ഒരു സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഞാൻ സൂചിപ്പിക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം. ഇവിടെ ജലസമാധി എന്ന് പറഞ്ഞ ഒരു വാദം വന്നു കഴിഞ്ഞിരിക്കുക. എനിക്ക് അതിനോട് തീരെ യോജിക്കാൻ കഴിയുന്നില്ല. സാബു പറഞ്ഞതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്വാമി ഒന്ന് മുങ്ങിയിട്ട് കയറി വീണ്ടും സോപ്പ് തേച്ചിട്ട് പിന്നെ സമാധിയിലേക്ക് പോകുന്ന ഇതെന്താണ്? സോപ്പ് തേച്ച് കുളിച്ചിട്ട് സമാധിയിലേക്ക് പോകാവുന്ന വല്ല ശാസ്ത്രമുണ്ടോ? ഇത് പണ്ടാരോ ഫലിതം പറഞ്ഞവരെ വീടിന് മുറ്റത്ത് വീടിന് സമീപത്തുള്ള പുഴയില് ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആള് ഇറങ്ങാൻ നേരത്ത് ചെറിയ ചാറ്റൽ മഴ കണ്ടപ്പം ഒരു കൊടയും കൂടി എടുത്തുകൊണ്ട് പോയി മഴ നനയാതെ ആത്മഹത്യ ചെയ്യാൻ എന്ന് പറയുന്നത് പോലെ ഒരു കഥയായി മാറുകയല്ലേ അത്? അങ്ങനെ ജലസമാധിക്ക് സ്വാമി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ടും അന്ന് ഇറങ്ങുന്ന വഴി ജലസമാധിയിലേക്ക് പോകുമല്ലേ ഉള്ളൂ. അന്ന് സ്വാമിയുടെ ധാരാളം സുഹൃത്തുക്കൾക്കും ആവശ്യക്കാർക്കും ഒക്കെ അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തിരിക്കുകയാണ്. അന്ന് അവിടെ പല കാര്യങ്ങള് അദ്വൈതാശ്രമത്തിൽ നടക്കാൻ സ്വാമി അവിടെ ഉണ്ടാകും, അങ്ങോട്ട് വന്നേരെ എന്ന് പറഞ്ഞ് പലർക്കും അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തിരിക്കുന്നത് എന്റെ കഥകളെല്ലാം നമ്മൾ കേട്ടില്ലേ? അതങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അതൊരു തീരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു തിയറി അല്ല, ഒരു ഹൈപ്പോത്തസിസ് അല്ല. അതുകൊണ്ടാണ് അത് എനിക്ക് സ്വീകാര്യമല്ല, എന്റെ സംശയങ്ങൾക്ക് നിവാരണം വരുന്നില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ മിസ്റ്റർ നിർമ്മലൻ സൂചിപ്പിച്ചതുപോലെ സംശയങ്ങളിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നവരെല്ലാം കവലച്ചട്ടമ്പികൾ എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ ഒരു ശ്രീനാരായണ ധർമ്മത്തിന് ചേരുന്ന ഒരു പദപ്രയോഗമല്ല എന്ന് ഇനിയുള്ള ചർച്ചകളിലെങ്കിലും പങ്കെടുക്കുമ്പോൾ ഓർമ്മിക്കണമെന്ന് ഒരല്പം മുതിർന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ ഉപദേശിക്കുകയാണ്. പിന്നെ സൗമ്യ ചോദിച്ച ചോദ്യം, ആ ചോദ്യം ഇനിയൊരു അന്വേഷണത്തിലേക്ക് ഗവൺമെന്റ് മാറിയാൽ അത് തീരുമാനിച്ചാൽ അതിൽ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ സാധുതയും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തീർച്ചയായിട്ടും ഒരു തുടരന്വേഷണത്തിന്റെ മേഖലയിലേക്ക് മാറിയാൽ ഇതെല്ലാം പരിശോധിക്കുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം ക്രിമിനൽ നടപടി നിയമത്തിലെ 173(8) പ്രകാരം ലഭിക്കും. പിന്നെ ഇത്രയും കാലപ്പഴക്കമായതുകൊണ്ട് ആ അന്വേഷണത്തിൽ എത്രമാത്രം ഒരു റിലയബിൾ ആയിട്ടുള്ള സംഗതികള് അതിൽ നിന്നൊക്കെ മുങ്ങിത്തപ്പി എടുക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് അന്നത്തെ പോസ്റ്റ്മോർട്ടം ഒരു ജൂനിയർ ഡോക്ടർ ആയിരുന്നു ചെയ്തതെന്ന് അടക്കം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കൃത്യമായ രീതിയിൽ പരിശോധിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ടോ? ഇന്റേണൽ ഓർഗൻസ് എല്ലാം പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ആ പ്രിസർവേഷൻ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണം. ഇന്റേണൽ ഓർഗൻസ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവര് ഈ ശ്വാസകോശത്തിൽ വെള്ളം കണ്ടു എന്ന് പറയുമ്പോൾ വെള്ളത്തിനടിയിൽ വെച്ചുള്ള ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് ഫോറൻസിക് ശാസ്ത്രം അനുസരിച്ചിട്ട് അത് അങ്ങനെ തന്നെ, ഫോറൻസിക് സയൻസ് അങ്ങനെയാ പറയുക. പിന്നെ ഇന്നലെ ഒരു വാദം ഏതോ ചാനലിൽ ആരോ പറയുന്നത് കേട്ടു, വയറ്റിൽ വെള്ളമില്ല, ലങ്സിൽ മാത്രമേ വെള്ളമുള്ളൂ, അത് സമാധിയിരിക്കുന്ന അമാനുഷികരായിട്ടുള്ള ശക്തിയുള്ള സന്യാസിമാര് ജലസമാധി പോകുമ്പോഴതുകൊണ്ടാണ് വയറ്റിൽ വെള്ളമില്ലാത്തത് കണ്ടോ എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടു. അതൊരു അബദ്ധധാരണയാണ്. ഫോറൻസിക് സയൻസ് ടൈലർ മുതൽ മോഡി മുതലുള്ള ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ പലയിടത്തും പറയുന്നുണ്ട് മുങ്ങി മരിക്കുന്നവരുടെ എല്ലാം വയറ്റിൽ വെള്ളം കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ശ്വാസകോശത്തിൽ വെള്ളം നിർബന്ധമായിട്ട് ഉണ്ടാകും. കാരണം വയറ്റിൽ വെള്ളം കാണുക എന്ന് പറയുന്നത് വെള്ളം കുടിക്കണം, അതൊരു വോളണ്ടറി പ്രോസസ്സാണ്. അതേസമയത്ത് ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറുക എന്ന് പറയുന്നത്, ശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻവോളണ്ടറി പ്രോസസ്സാണ്. ശ്രീ കെ വിദ്യാസാഗർ ദയവായി തുടരുക. നമുക്ക് വളരെ വേഗം അവസാനപ്പെട്ട ആ ഒരു ചർച്ച കൺക്ലൂഷനിലേക്ക് കൂടെ വളരെ വേഗം തിരികെ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ശ്രീ ഭാസ്കരേന്ദ്രബാബുവിന്റെ അവസാനമായി ജലസമാധിയല്ല എന്ന് സന്നദ്ധ സഹചാരികൾ പോലും പറയുമ്പോഴാണ് സാബുവിന്റെയും പ്രിയന്റെയും വാക്കുകൾ കോട്ട് ചെയ്ത് ഇവിടെ വെള്ളാപ്പള്ളിയെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ചിലർ പോകുന്നത്. ശ്രീ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ അല്ല, അതിനകത്ത് വിദ്യാസാഗർ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നേരിട്ട് അദ്ദേഹം അവിടെ പങ്കെടുത്തിരുന്നു എന്ന കാര്യത്തിൽ വിമർശകർക്ക് പോലും ഭിന്നാഭിപ്രായം ഉണ്ടാകാൻ ഇടയില്ല. ശ്രീ വിദ്യാസാഗർ ഒരുപക്ഷേ ഇനിയും വിശദീകരിക്കണമെന്ന് തോന്നുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, പ്രിയൻ എന്ന് പറയുന്ന ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു സാമൂഹ്യ വിരുദ്ധൻ എങ്ങനെ അന്ന് രാവിലെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? കാര്യം നമുക്കിപ്പോൾ അറിയുന്ന മാതിരിയാണെങ്കിൽ പ്രവീൺ വധക്കേസിന് മുമ്പാണ് സ്വാമി വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ മരിക്കുകയോ അല്ലെങ്കിൽ ജലസമാധി പോവുകയോ ചെയ്യുന്നത്.
ഏതായാലും പ്രവീൺ വധക്കേസ് അതിന് പിന്നീട് നടക്കുന്നുണ്ട്. പക്ഷേ പ്രവീൺ വധക്കേസിൽ വധിക്കപ്പെട്ട പ്രവീണിൻ്റെ അച്ഛനാണ് പ്രിയനെ അവിടെ കൊണ്ട് രാവിലെ എത്തിച്ചിരിക്കുന്നത് എന്ന് ഒരു സാക്ഷിമൊഴി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയൻ അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? മറ്റൊരു ചെറിയ കാര്യം കൂടി സൂചിപ്പിക്കാൻ ഒരു വിദ്യാസാഗരന് അറിയാൻ കഴിയും, അദ്ദേഹം കേൾക്കുന്നുണ്ട് എങ്കിൽ. രവി എന്ന് പറയുന്ന ഒരു പബ്ലിക് റിലേഷൻസ് PRO പണി ചെയ്തുകൊണ്ടിരുന്ന, ടെലിഫോണൊക്കെ അറ്റൻഡ് ചെയ്യുന്ന, വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലെ സന്തോഷ സഹചാരിയായിരുന്ന, ഇപ്പോഴവിടെ ഇല്ലാത്ത ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളിപ്പോൾ എവിടെ എന്ന കാര്യത്തെക്കുറിച്ചും, കണിച്ചുകുളങ്ങരക്കാരനാണെന്നാണ് പറയുന്നത്, അയാളിപ്പോൾ എവിടെയുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചും വിദ്യാസാഗറിന് എന്തെങ്കിലും ധാരണയുണ്ടോ? അദ്ദേഹവും അന്ന് രാവിലെ അവിടെ ഉണ്ടായിരുന്നു. ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് ദുരൂഹ സാഹചര്യത്തിൽ പ്രിയൻ അവിടെ ഉണ്ടായിരുന്നു, ദുരൂഹ സാഹചര്യത്തിൽ സാബു അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഈ രണ്ടുപേരുമാണ് ഇങ്ങനെ 13 വർഷങ്ങൾക്ക് ശേഷം സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഇത്രയേറെ ദുരൂഹതകൾ പാർക്കുന്ന സാഹചര്യത്തിൽ ഒളിവിൽ നിന്നുകൊണ്ട് വെള്ളാപ്പള്ളിയെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഏതായാലും അവരുടെ വാക്കുകൾ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പൊതുസമൂഹമാണ്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന ശ്രീ CK വിദ്യാസാഗർ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് BRM ഷഫീർ, ശ്രീ വാസുദേന്ദ്രബാബു, ശ്രീ ചുഴാൽ നിർമ്മലൻ. ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.